ഹോട്ടൽ ജീവനക്കാരെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചത് മുൻവൈരാഗ്യം മൂലമാണ് എന്ന ആരോപണം. പോലീസ് പക തീർത്തതാണെന്നും ഹോട്ടൽ ഉടമ ഔസേപ്പ് പറഞ്ഞു. ഇതിനിടെ കേസ് സെറ്റിൽ ചെയ്യാൻ പോലീസ് നിർദ്ദേശപ്രകാരം പണം കൈമാറുന്ന ദൃശ്യവും ഹോട്ടൽ ജീവനക്കാർ പരാതിക്കാരനായ ദിനേശിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. സംഭവത്തിൽ എസ് ഐ രതീഷിനെ സംരക്ഷിക്കുന്ന നിലപാടിലാണ് പോലീസ്. ഹോട്ടലിൽ ബിരിയാണിയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഹോട്ടൽ ഉടമയും ജീവനക്കാരും പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇവിടെ വെച്ച് എസ് ഐ രതീഷ് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചു. ഇത് മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് എന്നാണ് ആരോപണം. ഹോട്ടലിൽ എത്തിയ പാലക്കാട് സ്വദേശികളെ മർദ്ദിച്ച സംഭവത്തിൽ മകനെയും ജീവനക്കാരെയും കുടുക്കുമെന്ന് ഭയപ്പെടുത്തി 5 ലക്ഷം രൂപയ്ക്ക് പരാതിക്കാരെ പോലീസ് സെറ്റിൽ ചെയ്തെന്നും ഔസേപ്പ്. ഇവർ കൂടി പ്ലാൻ ചെയ്താണ്, ഈ പോലീസുകാരും കൂടി ഒരു പ്ലാൻ ചെയ്തു. ഈ പ്ലാനിങ്ങിടെ അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ട്, അതോടൊപ്പം തന്നെ എന്നെ ഉപദ്രവിക്കാൻ പറ്റിയ ഒരു വിഷയമായിട്ട് എടുക്കുകയാണ് അവരുണ്ടായത്. ഔസേപ്പിന്റെ ആരോപണങ്ങൾ തള്ളി ഹോട്ടൽ സംഘർഷത്തിലെ പരാതിക്കാരനായ ദിനേശൻ രംഗത്തെത്തി. പണം നൽകുന്ന പോലെ ചിത്രീകരിച്ച ശേഷം പണം ഔസേപ്പ് തിരിച്ചു വാങ്ങിയെന്നും ഔസേപ്പിന്റെ ആരോപണങ്ങൾ കളവാണെന്നും ദിനേശ് തിരിച്ചടിച്ചു. അത് അവരൊക്കെ എടുത്തു വെച്ചിട്ട് അവര് തന്നിട്ട് അവര് തന്നെ ആ പുള്ളിന്റെ ബാക്കിൽ തന്നെ കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് നിനക്ക് എന്ത് ചില്ലറ തരാമെന്ന്. പിന്നെ 5 ലക്ഷമാണോ 6 ലക്ഷം എനിക്കൊന്നും അറിയാൻ പാടില്ല. എനിക്ക് ഒരു ഉറുപ്പ് തന്നിട്ടില്ല. ആ കവർ അങ്ങനെ അവരാളുടെ കയ്യിൽ തന്നെയാണ് കൊടുത്തിരുന്നത്. സർക്കാരിന്റെ പോലീസ് നയത്തെ കുറ്റപ്പെടുത്തി കോൺഗ്രസ് രംഗത്തെത്തി. ഈ കളകളെ പറിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഈ കളകൾ പറിക്കും. സംഭവത്തിൽ എസ് ഐ രതീഷിനെ സംരക്ഷിക്കുന്ന നിലപാടിലാണ് പോലീസ്. രതീഷിനെതിരെ നടപടി ആവശ്യപ്പെട്ട് തൃശൂർ ASP ശശിധരൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ദക്ഷിണ മേഖല IG ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. കുന്നംകുളത്തെ പോലീസ് മർദ്ദനം ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തെളിയിക്കുന്നതാണ് പീച്ചിയിൽ നിന്നും പുറത്തുവന്ന ദൃശ്യങ്ങൾ. ഇക്കാര്യത്തിൽ ഇനി എന്ത് നടപടി ഉണ്ടാകും എന്നാണ് ഇനി അറിയേണ്ടത്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.